സംസ്ഥാനത്ത് ഈ മാസം 21-ന് നഴ്സുമാരുടെ പണിമുടക്ക്. 476 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് പണിമുടക്കുക. അടിസ്ഥാന ശമ്പളം 40,000 ആക്കണമെന്നാണ് അവരുടെ ആവശ്യം. 7 വർഷമായി ശമ്പളം കൂട്ടിയിട്ടില്ലെന്നും UNA ഭാരവാഹികളെ സർക്കാർ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നും ആരോപണം. കഴിഞ്ഞ 7 വർഷമായിട്ട് ആരോഗ്യ മേഖലയിൽ യാതൊരു വിധത്തിലുള്ള ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. സർക്കാർ നഴ്സുമാർക്ക് തുല്യമായ ശമ്പളം സ്വകാര്യ മേഖലയിലെ നഴ്സുമാർക്കും ലഭിക്കണമെന്നുള്ളതാണ് സുപ്രീം കോടതി പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള വിധി പുറപ്പെടുവിച്ചത്. ഇതൊന്നും ഇതുവരെയായിട്ടും കേരളത്തിൽ നടപ്പിലായിട്ടില്ല. അതിന് പ്രതിഷേധിച്ചാണ് UNA ഒരു സമരപ്രഖ്യാപന കൺവെൻഷൻ ഫെബ്രുവരി 21-ന് 3-1 ജീവനക്കാരെ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെല്ലാം സമരം ചെയ്യുന്ന 3 നഴ്സുമാരും തൃശ്ശൂരിൽ ഒത്തുകൂടിക്കൊണ്ട് ഒരു വലിയ സമരപ്രഖ്യാപനം നടത്തുന്നത്. തുടർന്നും ഉത്തരവിറക്കിയിട്ടില്ലെങ്കിൽ ലോങ് മാർച്ച് അടക്കമുള്ള ശക്തമായ സമര പരിപാടിയിലേക്ക് കടക്കാനാണ് സംഘടന. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഏകദേശം 100-ലധികം കേസുകളാണ് ഞങ്ങളുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടത്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ, ഈ പണിമുടക്കിയുള്ള സമരം രോഗികൾ ബുദ്ധിമുട്ടും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഇവരുടെ ആവശ്യം അത് ശക്തമാണ്. ഇത്രയും വർഷങ്ങളായിട്ടും ഒരു 40,000 രൂപ പോലും ശമ്പളമില്ലെങ്കിൽ പിന്നെ എന്താണ്? എപ്പോഴാണ് പണിമുടക്ക്? റോഷ്നി, തീർച്ചയായും കഴിഞ്ഞ കുറേ കാലങ്ങളായി നഴ്സുമാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുകയായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാർ ഒരു ഘട്ടത്തിൽ ഇടപെട്ട് ശമ്പള വർധനവ് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇത്തരം ഒരു ശമ്പള വർധനവ് നടപ്പാക്കുന്നില്ല. മിനിമം വേജസ് 40,000 വേണമെന്നതാണ് പ്രധാനമായും നഴ്സുമാർ ആവശ്യപ്പെടുന്നത്. അത് ന്യായവുമാണ്. പക്ഷേ ഈ ന്യായമായ ആവശ്യത്തിന് മുമ്പിൽ സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് പ്രധാനമായി ഇവരുടെ പരാതി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തൃശ്ശൂരിൽ ഇവരുടെ യോഗം ചേർന്നു. അതിനുശേഷമാണ് സമരപ്രഖ്യാപന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 21-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്തും. ആ സൂചനാ പണിമുടക്കിൽ സംസ്ഥാനത്തെ 400-ലധികം വരുന്ന ആശുപത്രികളിലെ 1/3 നഴ്സുമാർ മാത്രമേ തൊഴിൽ എടുക്കൂ. ബാക്കി എല്ലാവരും തൃശ്ശൂരിൽ യോഗത്തിന് സമര പ്രഖ്യാപന കൺവെൻഷന് പങ്കെടുക്കും. അതിനുശേഷം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് വലിയ പ്രതിഷേധവും പ്രക്ഷോഭങ്ങൾക്കും നഴ്സുമാരുടെ സംഘടന മുന്നോട്ട് വന്നിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അനിവാര്യമായ ഘട്ടത്തിൽ സർക്കാർ ഇടപെട്ടിരുന്നു. പക്ഷേ ആ ഇടപെടൽ പേരിന് മാത്രമായി നാമമാത്രമായെന്നതാണ് ഇവരുടെ പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല വീണ്ടും പ്രക്ഷുബ്ധമാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത്. ആശുപത്രിയിൽ രോഗികൾ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ തൊഴിലെടുക്കുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നതാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് നഴ്സുമാരുടെ സംഘടന എത്തിയിരിക്കുന്നത്. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.